സ്വയംഭുവ മനുവിൻ്റെ പുത്രനായ ഉത്താനപാത മഹാരാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ രണ്ട് രാജ്ഞിമാർ, മൂത്ത രാജ്ഞി ധർമ്മിഷ്ഠയായ സുനീതിയും ഇളയരാജ്ഞി അതിസുന്ദരിയും ദാർഷ്ട്യക്കാരിയുമായ സുരുചിയുമാണ്. രാജാവിന് സുരുചിയോട് അമിതമായ പ്രണയം. അതിലൂടെ കൊട്ടാരത്തിൽ ഉടലെടുത്ത അസ്വാരസ്യങ്ങളും വരുന്നുണ്ട്. സുരുചിയുടെ വാക്കിട്ട് രാജാവ് മൂത്തരാജ്ഞിയായ സുനീതിയെ കൊട്ടാരത്തിൻ്റെ ഒരു കോണിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. സുനീതി ഭഗവത് ചിന്തകളിൽ മുഴുകി എല്ലാ സങ്കടങ്ങളും സഹിച്ച് കഴിയുന്നു. രാജാവ് സുനീതിയെ പൂർണ്ണമായി മറക്കുന്ന ഒരവസ്ഥയായി. സുനീതിക്ക് ധ്രുവൻ എന്ന മകൻ ജനിച്ചു. സുരുചിക്കോ ഉത്തമൻ എന്ന മകനും ജനിക്കുന്നു. മക്കൾ വളരുന്നതോടെ കൊട്ടാരത്തിലെ വിവേചനം വർദ്ധിക്കുന്നു. ഉത്തമൻ സകല സൗകര്യങ്ങളിലും, ധ്രുവൻ അമ്മയുടെ ലളിതമായ പരിചരണത്തിലും വളരുകയാണ്. ധ്രുവൻ 5-ാം വയസ്സിലേക്ക് കടക്കുന്നു. തൻ്റെ അച്ഛൻ ആരാണെന്നും എന്തുകൊണ്ടാണ് തങ്ങളെ അച്ഛൻ കാണാൻ വരാത്തതെന്നും ധ്രുവൻ അമ്മയോട് ചോദിക്കുകയാണ്. സുനീത മകനെ സ്നേഹത്തോടെ സമാധാനിപ്പിക്കുന്നു. കൊട്ടാരത്തിൽ വലിയ ഹാളിൽ ഉത്താനപാത രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുന്നു. ഇളയ മകൻ ഉത്തമൻ ഓടി വന്ന് അച്ഛൻ്റെ മടിയിൽ കയറിയിരുന്ന് കളിക്കുകയാണ്. ഇത് ദൂരെ നിന്ന് കൊതിയോടെ നോക്കി നിൽക്കുന്ന ബാലനായ ധ്രുവൻ കാണുകയാണ്. ധ്രുവന് അച്ഛൻ്റെ മടിയിൽ ഇരിക്കാനുള്ള ഒരു ആഗ്രഹം അത് അടക്കാനാകാതെ ധ്രുവൻ ഓടിച്ചെന്ന് അച്ഛൻ്റെ മടിയിൽ കയറാൻ ശ്രമിക്കുകയാണ്. രാജാവ് മകനെ എടുക്കാൻ കൈകൾ നീട്ടാൻ തുനിയുമ്പോഴേക്കും സുരുചി അവിടേക്ക് ക്രോധത്തോടെ കടന്നു വരുന്നു. ധ്രുവനെ അച്ഛൻ്റെ മടിയിൽ നിന്നും അവൾ പിടിച്ചു മാറ്റുകയാണ്. സുരുചി ധ്രുവനെ കഠിനമായി പരിഹസിക്കുന്നു. നീ രാജാവിൻ്റെ മകനാണെങ്കിലും എൻ്റെ വയറ്റിലല്ല ജനിച്ചത്. അതുകൊണ്ട് ഈ സിംഹാസനത്തിലോ അച്ഛൻ്റെ മടിയിലോ ഇരിക്കാൻ നിനക്ക് അർഹതയില്ല. അതിന് നീ കാട്ടിൽ പോയി ഭഗവാനെ തപസ് ചെയ്ത് എൻ്റെ മകനായി അടുത്ത ജന്മത്തിൽ ജനിക്കണം എന്ന് ആക്രോശിച്ചു. സുരുചി അത്രയൊക്കെ ക്രൂരത പറഞ്ഞിട്ടും സുരുചിയോടുള്ള ഭയം കാരണം ഉത്താനപാത രാജാവ് തലതാഴ്ത്തി മൗനം പാലിക്കുന്നു. സ്വന്തം അച്ഛൻ തന്നെ സംരക്ഷിക്കാത്തതിൽ മനംനൊന്ത് ധ്രുവൻ വിങ്ങിപ്പൊട്ടി കരയുന്നു. അപമാനിതനായ ധ്രുവൻ കരഞ്ഞുകൊണ്ട് ഓടി അമ്മ സുനീതയുടെ മടിയിലേക്ക് വീഴുകയാണ്. കൊട്ടാരത്തിലെ ദാസിമാർ വഴി വിവരമറിഞ്ഞ സുനീതി മകനെ കെട്ടിപ്പിടിച്ച് കണ്ണീരൊഴിക്കുകയാണ്. കൊട്ടാരത്തിലെ ഈ രംഗം വളരെ സങ്കടകരമാണ്. സുനീതി മകനോട് പറയണ്, മകനെ, സുരുചി പറഞ്ഞത് സത്യമാണ്. നിനക്ക് അച്ഛൻ്റെ മടിയിൽ തരാൻ ഇവിടുത്തെ രാജാവിന് കഴിയില്ല. പ്രപഞ്ചത്തിൻ്റെ നാഥനായ ജഗദീശ്വരൻ മഹാവിഷ്ണുവിൻ്റെ മടിയിൽ കയറിയിരിക്കാൻ നീ ശ്രമിക്കുക. അവിടെ അഭയം പ്രാപിക്കുക. ധ്രുവൻ്റെ മനസ്സിൽ ആ വാക്കുകൾ തറയ്ക്കുകയാണ്. അമ്മയുടെ വാക്കുകൾ കേട്ട് ഉറച്ച തീരുമാനത്തോടെ 5-ാം വയസ്സിൽ ധ്രുവൻ കൊട്ടാരം വിട്ട് ഇറങ്ങുകയാണ്. ആരും കാണാതെ രാത്രിയിൽ യാമങ്ങളിൽ കാട്ടിലേക്ക് ഒറ്റയ്ക്ക് യാത്ര തിരിക്കാൻ ധ്രുവൻ്റെ ദൃഢനിശ്ചയമായിരുന്നു. ക്രൂരമൃഗങ്ങളും മന്ദകാരവും നിറഞ്ഞ കാട്ടിലൂടെ ധ്രുവൻ മുന്നോട്ട് നടന്നു നീങ്ങുകയാണ്. എന്നാൽ പല പേടിപ്പെടുത്തുന്ന ശബ്ദം കേട്ടിട്ടും ഭയപ്പെടാതെ ഭഗവാനെ കാണണം എന്ന ഒരൊറ്റ ചിന്തയിൽ മാത്രം മുന്നോട്ട് പോവുകയാണ് ബാലൻ. 5 വയസ്സുള്ള കുട്ടി തപസ്സിനായി കാട്ടിലേക്ക് പോകുന്നത് ജ്ഞാനദൃഷ്ടിയിലറിഞ്ഞ നാരദ മഹർഷി ഭൂമിയിലേക്ക് വരുന്നു. ധ്രുവൻ്റെ മുന്നിൽ വെളിച്ചമായി നാരദൻ പ്രത്യക്ഷപ്പെട്ടു. നാരദൻ ധ്രുവനെ തടഞ്ഞ് പരീക്ഷിക്കുകയാണ്. കുഞ്ഞെ, നീ കൊട്ടാരത്തിൽ പോയി കളിച്ചു വളരേണ്ട പ്രായമാണ്. കാട് കഠിനമാണ്. മുതിർന്ന യോഗിക്ക് പോലും ഭഗവാനെ കിട്ടാൻ പ്രയാസമാണ്. നീ തിരികെ പോകൂ എന്ന് നാരദൻ പറയണം. ധ്രുവൻ നാരദനോട് പറയണം തിരിച്ച്, എൻ്റെ ഹൃദയത്തിൽ സുരുചിയുടെ വാക്കുകൾ അമ്പുപോലെ തറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഭഗവാനെ കാണാതെ ഞാനിനി മടങ്ങില്ല. എനിക്ക് വഴി കാണിച്ചു തരുമോ? ധ്രുവൻ്റെ വൈരാഗ്യബുദ്ധി കണ്ട് നാരദൻ അത്ഭുതപ്പെട്ടു. സംപ്രീതനായ നാരദ മഹർഷി ധ്രുവനെ ശിഷ്യനായി സ്വീകരിച്ച് വിഷ്ണുവിനെ പ്രീതിപ്പെടുത്താനുള്ള ഏറ്റവും പവിത്രമായ മന്ത്രം പറഞ്ഞു കൊടുക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരി മന്ത്രം കാതിൽ ഉപദേശിക്കുന്നു. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ രൂപം എങ്ങനെ മനസ്സിൽ ധ്യാനിക്കണമെന്ന് നാരദൻ പറഞ്ഞു കൊടുക്കുന്നു.
ചതുർബാഹുവും ശംഖുചക്ര കഥാപത്മങ്ങളും ധരിച്ച് കാരുണ്യമൂർത്തിയായ രൂപം ധ്രുവൻ മനസ്സിൽ ഉറപ്പിച്ചു. യമുനാ നദിക്കരയിലുള്ള പുണ്യഭൂമിയായ മധുവനത്തിലേക്ക് പോകാൻ നാരദൻ ധ്രുവന് നിർദ്ദേശം നൽകി. നാരദനെ വന്ദിച്ച ധ്രുവൻ മധുവനത്തിലേക്ക് യാത്രയാവുന്നു. മധുവനത്തിലെത്തി യമുനയിൽ സ്നാനം ചെയ്ത ധ്രുവൻ ഒരു വൃക്ഷച്ചുവട്ടിൽ തപസ്സനായി ഇരിക്കുന്നു. നാരദൻ ഉപദേശിച്ച മന്ത്രം ജപിച്ചുകൊണ്ട് കണ്ണുകൾ അടയ്ക്കുകയാണ്. കൊട്ടാരത്തിൽ നാരദ മഹർഷി എത്തുന്നു. ധ്രുവൻ കാട്ടിലേക്ക് പോയ വിവരം അറിഞ്ഞ് ഉത്താനപാദ രാജാവ് വലിയ ദുഃഖത്തിലാണ്. നാരദൻ രാജാവിനെ ആശ്വസിപ്പിക്കുകയും ധ്രുവൻ ലോകപ്രശസ്തനായ ആകുമെന്ന് അറിഞ്ഞ് പ്രവചിക്കുകയും ചെയ്തു. തപസ്സിൻ്റെ ആദ്യ മാസം 3 ദിവസത്തിൽ ഒരിക്കൽ മാത്രം വനത്തിൽ വീണ് കിടക്കുന്ന കായികനികൾക്ക് ഭക്ഷിച്ച് ധ്രുവൻ തപസ് തുടരുകയാണ്. ഭഗവത് ചിന്ത മാത്രം ധ്രുവൻ്റെ മനസ്സിലുള്ളൂ. 2-ാം മാസം തുടങ്ങിയപ്പോൾ തപസ്സിൻ്റെ തീവ്രത കൂടി. 6 ദിവസത്തിലൊരിക്കൽ മാത്രം ഉണങ്ങിയ ഇലകളും പുല്ലും ഭക്ഷിച്ച് ധ്രുവൻ ജപം തുടരുകയാണ്. ശരീരമാകെ തളരുന്നു, എങ്കിലും മനസ്സുറച്ചിരുന്നു. 3-ാം മാസം 9 ദിവസത്തിലൊരിക്കൽ മാത്രം യമുനയിലെ വെള്ളം കുടിച്ച് ധ്രുവൻ തപസ് മുഴുകയാണ്. ഇന്ദ്രിയങ്ങളെല്ലാം ഭഗവാനിൽ ലയിക്കുന്നു. 4-ാം മാസം എത്തിയപ്പോൾ വെള്ളം ഉപേക്ഷിച്ച് 12 ദിവസത്തിലൊരിക്കൽ വായു മാത്രം ശ്വസിച്ച് ഒറ്റക്കാലിൽ നിന്ന് ധ്രുവൻ കഠിനമായ തപസ് പ്രാർത്ഥിക്കുകയാണ്. 5-ാം മാസം ധ്രുവൻ ശ്വാസമടക്കി പിടിച്ച് പൂർണ്ണമായും പ്രാണനെ ബ്രഹ്മരന്ധ്രത്തിൽ നിർത്തി തപസ് ചെയ്യാണ്. പ്രപഞ്ചത്തിൻ്റെ ചലനങ്ങൾ നിശ്ചലമാകാൻ തുടങ്ങി ഈ തപസ് മൂലം. ശ്വാസമടക്കിയോടെ സമസ്ത ജീവജാലങ്ങളെയും ശ്വാസം മുട്ടുന്നു. നദികൾ ഒഴുകാതാകുകയാണ്. വായുസഞ്ചാരം നിലയ്ക്കുകയാണ്. ലോകം വലിയൊരു വിപത്തിലേക്ക് നീങ്ങുന്നു. ഇതാണ് ദൃശ്യങ്ങൾ വരുന്നത്. ചകിതരായ ഇന്ദ്രാദിദേവന്മാർ വൈകുണ്ഠത്തിൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അടുക്കൽ ഓടിയെത്തുകയാണ്. ഭൂമിയിലെ സ്തംഭനാവസ്ഥയിൽ നിന്ന് തങ്ങളെ രക്ഷിക്കണമെന്ന് അവർ അപേക്ഷിക്കുന്നു. ഭഗവാൻ വിഷ്ണു ചിരിച്ചുകൊണ്ട് പറയാണ്, ഇത് അസുരന്മാരുടെ ശല്യമല്ല, എൻ്റെ ഭക്തനായ ധ്രുവൻ്റെ തപസ്സിൻ്റെ ശക്തിയാണ്. ഞാനിപ്പോൾ തന്നെ ഭൂമിയിൽ പോയി അവന് ദർശനം നൽകാം. ധ്രുവൻ്റെ ഹൃദയത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന മഹാവിഷ്ണു രൂപം പെട്ടെന്ന് മറിയണം. ഹൃദയത്തിലെ രൂപം കാണാതെ പരിഭ്രാന്തിയായ ധ്രുവൻ പെട്ടെന്ന് കണ്ണു തുറക്കുന്നു. കണ്ണു തുറന്ന മാത്രയിൽ ധ്രുവൻ കാണുന്നത് തൻ്റെ മുന്നിൽ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ ചതുർബാഹുവായി ഗരുഡ വാഹനത്തിൽ പുഞ്ചിരിച്ച് നിൽക്കുന്നതാണ്. വനം മുഴുവൻ ദിവ്യപ്രകാശത്തിൽ നിറയുകയാണ്. ഭഗവാനെ മുന്നിൽ കണ്ടിട്ടും ആ 5 വയസ്സുകാരൻ എന്തു പറയണം, എങ്ങനെ സ്തുതിക്കണം എന്നറിയില്ലായിരുന്നു. അവൻ ഭയഭക്തി ബഹുമാനത്തോടുകൂടി കൈകൂപ്പി നോക്കി നിൽക്കുകയാണ്. ഭക്തൻ്റെ അവസ്ഥ മനസ്സിലാക്കിയ ഭഗവാൻ തൻ്റെ കയ്യിലെ പാഞ്ചജന്യം എന്ന ദിവ്യശംഖ് കൊണ്ട് ധ്രുവൻ്റെ കവിളിൽ പതുക്കെ തൊടുന്നു. ആ നിമിഷം ധ്രുവന് സകല വേദങ്ങളുടെയും ജ്ഞാനം ലഭിക്കുകയാണ്. ജ്ഞാനമുണർന്ന ധ്രുവൻ ഭഗവാനെ മനോഹരമായ ശ്ലോകങ്ങളിലൂടെ സ്തുതിക്കുകയാണ്. എൻ്റെ ഉള്ളിലെ ജീവനെ ഉണർത്തിയ ഭഗവാനെ എന്ന വരികളിലൂടെ ഭഗവാൻ ധ്രുവന് 30,000 വർഷത്തെ രാജ്യഭരണവും അതിനുശേഷം പ്രപഞ്ചം നശിച്ചാലും നശിക്കാത്ത സപ്തർഷിമാർ പോലും വലം വയ്ക്കുന്ന ധ്രുവനക്ഷത്രം എന്ന ശാശ്വത സ്ഥാനവും വരമായി നൽകി അന്തർധാനം ചെയ്തു. ഭഗവാന്റെ അനുഗ്രഹം വാങ്ങി ധ്രുവൻ തിരികെ കൊട്ടാരത്തിലേക്ക് നടക്കുന്നു. മകൻ തിരിച്ചു വരുന്നു എന്ന് വാർത്ത ചാരന്മാർ മുഖേന ഉത്താനപാദ മഹാരാജാവ് അറിയുന്നു. കൊട്ടാരത്തിൽ സന്തോഷം അലതല്ലുകയാണ്. രാജാവ് മന്ത്രിമാരോടും പടയാളികളോടൊപ്പം വലിയൊരു ഘോഷയാത്രയായി മകനെ സ്വീകരിക്കാൻ വരുന്നു. സുനീതിയും സുരുചിയും ഒപ്പമുണ്ട്. ധ്രുവനെ കണ്ട ഉടൻ സുരുചി ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് കരയാണ്. താൻ ചെയ്ത തെറ്റുകൾ മാപ്പ് ചോദിക്കുകയാണ്. ധ്രുവൻ്റെ ദിവ്യത്വം സുരുചിയുടെ മനസ്സിൽ അഹങ്കാരം ഇല്ലാതാക്കി. ധ്രുവൻ്റെ 2 അമ്മമാരുടെയും കാലിൽ വീണ് ധ്രുവൻ അനുഗ്രഹം വാങ്ങുന്നു. പ്രത്യേകിച്ച് സുരുചിയോട് തനിക്ക് ഒരു ദേഷ്യവുമില്ലെന്ന് കുട്ടി പറയുന്നു. മാതൃസ്നേഹത്തിൻ്റെ ഉദാത്തമായ രംഗമായിരുന്നു അത്. ഒടുവിൽ ഉത്താനപാദ രാജാവ് ധ്രുവനെ എടുത്ത് തൻ്റെ മടിയിലിരുത്തി. പണ്ട് ആ മടിയിലിരിക്കാൻ കൊതിച്ച് കരഞ്ഞ ധ്രുവൻ ഇന്ന് അച്ഛൻ്റെയും പ്രപഞ്ചനാഥൻ്റെയും പ്രിയപ്പെട്ടവനായി മാറി. ധ്രുവനെ രാജാവ് യുവരാജാവായി വാഴിക്കുകയാണ്. പ്രജകൾ ധ്രുവൻ്റെ മടങ്ങിവരവും ധ്രുവൻ്റെ ഭരണാധികാരവും വലിയ ഉത്സവമായി ആഘോഷിക്കുകയാണ്. ഉത്താനപാദൻ വനത്തിലേക്ക് പോയതോടെ ധ്രുവൻ പൂർണ്ണ ചുമതലയേൽക്കുന്നു. പ്രജകളെ സ്വന്തം മക്കളെ പോലെ പരിപാലിക്കുന്നു. ധർമ്മഭരണം രാജ്യം സമ്പൽ സമൃദ്ധമാക്കുകയാണ്.
ശിംസുമാരൻ്റെ മകളായ ബ്രഹ്മിയെയും വായുപുത്രിയായ ഇളയെയും ധ്രുവൻ വിവാഹം കഴിക്കുന്നു. അവർക്ക് കുട്ടികൾ ജനിക്കുന്നതും കൊട്ടാരത്തിലെ സമാധാനപരമായ അന്തരീക്ഷവും അവിടെ ഉണ്ടാകുന്നു. ധ്രുവൻ്റെ സഹോദരനായ ഉത്തമൻ ഒരിക്കൽ നായാട്ടിനായി കാട്ടിൽ പോകുന്നു. അവിടെ വെച്ച് യക്ഷന്മാരുമായി ഉണ്ടായ തർക്കത്തിൽ ഉത്തമൻ കൊല്ലപ്പെടുന്നു. ഈ വാർത്ത കേട്ട് കൊട്ടാരം മുഴുവൻ നടുങ്ങുകയാണ്. അനുജൻ്റെ മരണത്തിൽ ക്രോധം പൂണ്ട ധ്രുവൻ വലിയൊരു സൈന്യവുമായി യക്ഷന്മാരുടെ നഗരമായ അളകാപുരി ആക്രമിക്കാൻ പുറപ്പെടുകയാണ്. ഭയങ്കര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. യക്ഷന്മാർ മായാശക്തികൾ ഉപയോഗിച്ച് ധ്രുവൻ്റെ സൈന്യത്തെ ഭയപ്പെടുത്തുകയാണ്. എന്നാൽ ധ്രുവൻ ഭഗവാൻ നൽകിയ നാരായണാസ്ത്രം പ്രയോഗിച്ച് മായകളെല്ലാം തകർക്കുന്നു. ആയിരക്കണക്കിന് യക്ഷന്മാർ കൊല്ലപ്പെട്ടു. ധ്രുവൻ്റെ കോപം കണ്ട മുത്തശ്ശനായ സ്വയംഭൂമനു പ്രത്യക്ഷപ്പെട്ടു. മകനെ, ഒരു യക്ഷൻ ചെയ്ത തെറ്റിന് ഒരു കുലത്തെ മുഴുവൻ നശിപ്പിക്കുന്നത് ധർമ്മമല്ല, കോപം ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞ് ധ്രുവനെ ഉപദേശിക്കുക. ധ്രുവൻ ശാന്തതയിൽ സന്തുഷ്ടനായ യക്ഷരാജാവ് കുബേരൻ അവിടേക്ക് വരുന്നു. ധ്രുവൻ്റെ ഭക്തിയെ പുകഴ്ത്തുകയും അവന് സകല ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. വർഷങ്ങൾ നീണ്ട ഭരണത്തിന് ശേഷം തൻ്റെ സമയം അടുത്തെന്ന് മനസ്സിലാക്കിയ ധ്രുവൻ മകനെ രാജഭാരമേൽപ്പിച്ച് ബദര്യാശ്രമത്തിലേക്ക് തപസ്സിനായി യാത്രയാകുന്നു. ദിവ്യവിമാനത്തിൻ്റെ ആഗമനം. ബദര്യാശ്രമത്തിൽ വെച്ച് ധ്രുവൻ്റെ പ്രാണൻ പ്രപഞ്ചത്തോട് ലയിക്കാൻ ഒരുങ്ങുമ്പോൾ വിഷ്ണുദൂതന്മാരായ നന്ദനും സുനന്ദനും ഒരു ദിവ്യ വിമാനവുമായി വരുന്നു. ധ്രുവനെ വൈകുണ്ഠത്തിലേക്ക് ആനയിക്കുന്നു. വിമാനത്തിൽ കയറാൻ നേരം സാക്ഷാൽ മൃത്യു മരണദേവൻ ധ്രുവൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ധ്രുവൻ മരണത്തിൻ്റെ തലയ്ക്ക് ചവിട്ടി വിമാനത്തിൽ കയറുന്നു. ആകാശത്തിലേക്ക് ഉയർന്ന് ഇന്നും പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമായി തിളങ്ങുന്ന ധ്രുവനക്ഷത്രമായി ആകാശത്ത് തിളങ്ങിയാണ്. King Uttanapada ruled an empire bound by two queens, virtuous Suniti and the arrogant Suruchi. King Uttanapada ruled an empire bound by two queens, virtuous Suniti and the arrogant Suruchi. Heeding Suruchi's words, the king, immersed in devotion, as the king completely forgot her. Mother, where is my father? Why doesn't he come to see us? He loves you very much, beta. You are not born from my womb. You are not worthy to sit on this throne. Go to the forest and perform penance. Be born as my son in the next life. നീ രാജാവിന്റെ മകനാണെങ്കിലും എന്റെ വയറ്റിലല്ല ജനിച്ചത്. അതുകൊണ്ട് ഈ സിംഹാസനത്തിലോ അച്ഛന്റെ മടിയിലോ ഇരിക്കാൻ നിനക്ക് അർഹതയില്ല. കരയരുത് എന്റെ കുഞ്ഞെ, നിനക്കെല്ലാം നന്നായി വരും. നിനക്ക് ഇവിടെ സ്ഥാനമില്ല. ഇറങ്ങിപ്പോക്ക്. You have no right to sit upon this throne. Father, please protect me. My son, only the Lord can wipe away your tears. Son, what Suruchi said is true. The king here cannot give you your father's lap. Try to sit on the lap, seek your own destiny, my son. The divine forest will guide you. I must find Bhagavan. Narada Muni, having divined with his divine sight to earth, Narada appears as a life before Dhruva. Child, you are of an age to go to the palace and play. Even senior yogis find it difficult to attain the Lord. You go back. എൻ്റെ ഹൃദയത്തിൽ സുരുചിയുടെ അമ്പുകൾ തറച്ചിരിക്കുകയാണ്. ഭഗവാനെ കാണാതെ ഞാൻ മടങ്ങില്ല. എനിക്ക് വഴി കാണിച്ചു തരൂ. Om Namo Bhagavate Vasudevaya. Narada teaches Dhruva to meditate. Fix your mind on him, the four-armed form holding the conch disc. Meditate on his compassionate smile. Narada teaches Dhruva to meditate. Fix your mind on him, the four-armed form holding the conch disc. Meditate on his compassionate smile. Go to Madhuvana, child, on the banks of the Yamuna. Seek your destiny there.
I shall do as you command, Master. Om Namo Bhagavate. Do not grieve for your son, O king. Dhruva will attain a position forever. The first month of penance. Eating only fallen fruits once every 3 days. God's thoughts alone dominate his mind. The first month of penance. Eating only fallen fruits once every 3 days. God's thoughts alone dominate his mind. Om Namo Bhagavate Vasudevaya. ധ്രുവൻ ശ്വാസമടക്കിയതോടെ സമസ്ത ജീവജാലങ്ങളുടെയും ശ്വാസം മുട്ടുന്നു. നദികൾ ഒഴുകാതാകുന്നു. Lord Vishnu, save us from this paralysis. Do not fear, Indra. Lord Vishnu appeared on Garuda, illuminating the earth. ഇത് അസുരന്മാരുടെ ശല്യമല്ല, എൻ്റെ ഭക്തനായ ധ്രുവന്റെ തപസ്സിന്റെ ശക്തിയാണ്. ഞാൻ ഇപ്പോൾ തന്നെ ഭൂമിയിൽ പോയി അവന് ദർശനം നൽകാം. ഇത് അസുരന്മാരുടെ ശല്യമല്ല, എൻ്റെ ഭക്തനായ ധ്രുവന്റെ തപസ്സിന്റെ ശക്തിയാണ്. ഞാൻ ഇപ്പോൾ തന്നെ ഭൂമിയിൽ പോയി അവന് ദർശനം നൽകാം. The merciful Lord understood the child's heart. Knowing his wisdom was yet to start, I praise the Creator of the universe. I praise the King of the sky. perfect verses flow. O Lord, you are the one who has awakened the life within me. I grant you 30,000 years of reign. After that, you shall attain my eternal abode. It shall. Your Majesty, Prince Dhruva is returning. മഹാരാജാവിനും യുവരാജാവിനും മഹാരാജാവിനും യുവരാജാവിനും അമ്മേ, എന്നെ അനുഗ്രഹിക്കണം. എനിക്ക് അമ്മയോട് ഒരു ദേഷ്യമില്ല. Hail King Dhruva. May your reign be long and prosperous. മഹാരാജാവേ, ഉത്തമ രാജകുമാരൻ. യക്ഷന്മാർ അദ്ദേഹത്തെ കൊന്നു. പ്രതികാരം അളകാപുരി നമ്മുടേതാകും. We will destroy you. Om Namo Narayana. Jaya Dhruva. We will destroy you. Om Namo Narayana. Jaya Dhruva. മകനെ, ഒരു യക്ഷൻ ചെയ്ത തെറ്റിന് ഒരു കുലത്തെ മുഴുവൻ നശിപ്പിക്കുന്നത് ധർമ്മമല്ല. കോപം ഉപേക്ഷിക്കൂ. മകനെ, ഒരു യക്ഷൻ ചെയ്ത തെറ്റിന് ഒരു കുലത്തെ മുഴുവൻ നശിപ്പിക്കുന്നത് ധർമ്മമല്ല. കോപം ഉപേക്ഷിക്കൂ. ധ്രുവ, നിന്റെ ഭക്തിയിൽ ഞാൻ സന്തുഷ്ടനാണ്. സർവ്വ ഐശ്വര്യങ്ങളും നിനക്കുണ്ടാക്കട്ടെ. മകനെ,
ഒരു യക്ഷൻ ചെയ്ത തെറ്റിന് ഒരു കുലത്തെ മുഴുവൻ നശിപ്പിക്കുന്നത് ധർമ്മമല്ല. കോപം ഉപേക്ഷിക്കൂ. ധ്രുവ, നിന്റെ ഭക്തിയിൽ ഞാൻ സന്തുഷ്ടനാണ്. സർവ്വ ഐശ്വര്യങ്ങളും നിനക്കുണ്ടാക്കട്ടെ. ധ്രുവ, നിന്റെ ഭക്തിയിൽ ഞാൻ സന്തുഷ്ടനാണ്. സർവ്വ ഐശ്വര്യങ്ങളും നിനക്കുണ്ടാക്കട്ടെ. We are the messengers of Lord Vishnu. We are here to bring you to Vaikuntha. I grant you 30,000 years of reign. After that, you shall attain my eternal abode. It shall Ascend Dhruva, brightest star, the center of all creation. Ascend Dhruva, brightest star, the center of all creation. Stepping onto the vehicle of gold, he rose past the clouds as the sages foretold. He left behind all his mortal